അതിജീവനം, ആത്മവിശ്വാസം, വിജയം എന്നിങ്ങനെ കണ്ണൂർ റോട്ടറി പ്രതീക്ഷ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കരുത്താകുന്നു. നിശ്ചയദാർഢ്യത്തിന്റെ തീച്ചുളയിൽ വാർത്തെടുത്ത കഴിവുകളുമായി ഈ മിടുക്കർ വിസ്മയം തീർക്കുന്നു. അവരുടെ കൈകൾ നിർമ്മിക്കുന്ന സോപ്പുകളിലും ചന്ദനത്തിരികളിലും കഠിനാധ്വാനത്തിന്റെ സുഗന്ധമാണെങ്കിൽ കീബോർഡിൽ വിരലുകൾ ചലിക്കുമ്പോൾ പിറക്കുന്നത് ഹൃദയസ്പർശിയായ ഈണങ്ങളാണ്. നൃത്തച്ചുവടുകളിലും പാട്ടുകളിലുമായി ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം പരിമിതികൾ വെറും കെട്ടുകഥകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. അതുല്യമായ കഴിവുകൾ പ്രകടിപ്പിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഇന്ന് നമുക്കൊരു പ്രചോദനമാവുകയാണ്. അത്തരത്തിൽ അവരുടെ സൃഷ്ടികൾ അസാമാന്യമായ ആത്മസംതൃപ്തിയും സന്തോഷവുമാണ് നൽകുന്നത്. പരിമിതികൾ എന്നത് അവർക്ക് വെറും വാക്കുകൾ മാത്രം. ഞാനിന്ന് നിൽക്കുന്നത് കണ്ണൂർ കക്കാട് റോട്ടറി പ്രതീക്ഷ എന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ട്രെയിനിങ് സെന്ററിലാണ്. കാണാം അവരുടെ വിശേഷങ്ങളിലേക്ക്. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി ജീവിതത്തിന്റെ താളവും ഈണവും കണ്ടെത്തി മുന്നേറുന്ന ഒരു കൂട്ടം മിടുക്കരുടെ ലോകമാണ് കണ്ണൂർ കക്കാട്ടെ റോട്ടറി പ്രതീക്ഷ എന്ന ട്രെയിനിങ് സെന്റർ. ഇവിടെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ അതുല്യമായ കഴിവുകൾ പ്രകടിപ്പിക്കുകയും സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് മാതൃകയാവുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുക മാത്രമല്ല, സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ എന്ന പേരിൽ സോപ്പ്, ചന്ദനത്തിരി, ഡിഷ് വാഷ്, പേപ്പർ പേനകൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ കൃത്യമായ പരിശീലനത്തിലൂടെ ഇവർ ഉണ്ടാക്കുന്നു. ഓരോ ഉൽപ്പന്നത്തിലും അവരുടെ ശ്രദ്ധയും കഠിനാധ്വാനവും തെളിഞ്ഞു കാണാം. അതിൽ തന്നെ സുഗന്ധമുള്ള സോപ്പുകൾ ഉണ്ടാക്കുന്നതിലെ കൃത്യതയും ശ്രദ്ധേയമാണ്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന പേപ്പറുകൾ മനോഹരമായ പേനകളാക്കി മാറ്റുന്നതിലൂടെ അവർ പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനുള്ള സാധ്യതയും കണ്ടെത്തുന്നു. ഈ നിർമ്മാണ പ്രക്രിയകൾ അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള ശേഷി വളർത്തുകയും ചെയ്യുന്നു. ഈ റോട്ടറി പ്രതീക്ഷ എന്ന് പറഞ്ഞ സ്ഥാപനം 2004 ഞങ്ങളൊരു 10-12 പേരൻസ് കൂടിയിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ ബിൽഡിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് റോട്ടറിക്കാരുടെ സഹായം കൊണ്ട് ആദ്യം അത് 2004 മുതൽ റോട്ടറി പ്രതീക്ഷ എന്ന സ്ഥാപനം നമ്മുടെ അശോക ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള റോട്ടറി ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആദ്യം തുടങ്ങിയത് എൻവലപ്സ് ആയിരുന്നു. ഇവിടെ നിന്ന് എല്ലാ ബാങ്കുകാരും നമ്മുടെ നിന്നായിരുന്നു എൻവലപ്സ് വാങ്ങിക്കൊണ്ടിരുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ മികവ് പരിഗണിച്ചിട്ട് ഇവിടുത്തെ കോർപ്പറേഷൻ ചെയർമാൻ മിസ്റ്റർ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞ സാറ് അവർ നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് എടുത്തു തരാമെന്ന് പറഞ്ഞു. ആ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഹോമിയോ ആശുപത്രിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അവർ 2010-12 നമുക്ക് ഒരു ബിൽഡിംഗ് എടുത്തു തന്നു. അതിന് ഒരു നോമിനൽ റെൻറ്റ്, പേരിന് മാത്രമേ ഒരു വാടക വാങ്ങുന്നുള്ളൂ. ആ സ്ഥാപനം വളരെ നല്ല ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. 12 ഷിഫ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ഇന്ന് വരെ ഈ ബിൽഡിംഗ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2019-20 കാലങ്ങളിലാണ് അതിന് മേലെ ഒരു ഫ്ലോർ കൂടി എടുത്തു തന്ന് അവർ അതിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ സഹകരണവും കോർപ്പറേഷനിൽ കിട്ടുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇപ്പോൾ ഈ 20-21 വർഷമായി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡോ അങ്ങനെ ഒരു നമുക്ക് സഹായവും നമുക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ജനങ്ങളുടെ നിന്ന് നമ്മളെ സന്മനസ്സുള്ള ജനങ്ങളുടെ അടുത്ത് കിട്ടുന്ന ഡൊണേഷൻ കൊണ്ടാണ്. പിന്നെ കുട്ടികളുടെ ഒരു ഫീസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇവിടെ വന്ന കുട്ടികൾക്ക് ഞങ്ങൾ തന്നെ ആ ഫീസ് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. കാരണം ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയിൽ അവർക്ക് ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ മാസം ആ തന്ന പൈസ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. കായിക ശേഷിയിലെ പരിമിതികൾ അവരുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രതീക്ഷ സെന്ററിലെ കലാപരിപാടികൾ.
ഡാൻസ്, പാട്ട്, കീബോർഡ് പ്ലേയിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പാട്ടുകൾ ആലപിക്കുമ്പോഴും കീബോർഡിൽ വിരലുകൾ ചലിപ്പിക്കുമ്പോഴും അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കീബോർഡിൽ വിരലുകൾ ചലിപ്പിച്ച് മനോഹരമായ ഈണങ്ങൾ വായിക്കുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഒപ്പം നൃത്ത ചുവട് വെക്കുന്ന കുട്ടികളുടെ മുഖത്തെ ആത്മവിശ്വാസം സദസ്സിന് ഊർജം പകരുന്ന ഒന്നാണ്. ഓരോ ചുവടുകളിലും ഭാവങ്ങളിലും അവരുടെ പരിശ്രമം വ്യക്തമാണ്. ഞാൻ ഇവിടുത്തെ അധ്യാപികയും രക്ഷിതാവും കൂടിയാണ്. എൻ്റെ മകനും ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ 20 കുട്ടികളാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. അതിൽ 10 പേര് കൃത്യമായിട്ട് ഹാജരുണ്ടാവും. ബാക്കി 3-4 പേര് വരാൻ പറ്റാത്തവരും ഉണ്ട്. വീട്ടിൽ നിന്ന് ജോലി, പേപ്പർ ബാഗ്, പെന്ന്, മറ്റുള്ള പേപ്പർ ബാഗ് അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ് അവർ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ രാവിലെ 10 മണിക്ക് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ് ഞാൻ അരമുക്കാൽ മണിക്കൂർ യോഗ അവരെ യോഗ ചെയ്യിക്കുന്നുണ്ട്. അതുമേലെ നമുക്ക് അതിനായിട്ടുള്ള യോഗ ഹോളൊക്കെ ഉണ്ട്. അവിടെ യോഗ ചെയ്യും. കുറച്ച് സമയം വാക്കിംഗ് നടത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് താഴെ വന്ന് നമ്മൾ നമ്മുടെ ജോലിയിൽ ഏർപ്പെടും. പ്രധാനമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ തോതിൽ തന്നെ ഉണ്ടാക്കും. കൂടുതൽ ബൾക്ക് ഓർഡറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് 2 തരത്തിലുള്ള സോപ്പ്. ആ സമയത്ത് പേരൻസും ഓഫീസിലുള്ള സാറും പേരൻസും എല്ലാവരും കൂടി, കുറച്ച് പേരൻസും നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ആ രീതിയിൽ സോപ്പ് ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കട്ടിങ്ങിലും പിന്നെ അത് മോൾഡ് ചെയ്യാനും പാക്കിങ്ങും ഒക്കെ കുട്ടികൾ തന്നെയാണ് ചെയ്യുക. നമ്മളുടെ ഒരു സൂപ്പർവിഷൻ, ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ. സ്മാർട്ടാണ്. നമ്മളുടെ ഒരു ശ്രദ്ധയിൽ തന്നെ അവർ കാര്യങ്ങളെല്ലാം ചെയ്യും. ഓരോ സൃഷ്ടിയിലും കലാവിരുന്നുകളിലും പിറക്കുന്നത് അസാമാന്യമായ ആത്മവിശ്വാസവും സന്തോഷവുമാണ്. റോട്ടറി പ്രതീക്ഷ നൽകുന്ന പരിശീലനം ഈ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ശരിയായ പിന്തുണയും പ്രോത്സാഹനവും ലഭിച്ചാൽ ഏത് മേഖലയിലും മികച്ച വിജയം നേടാൻ ഇവർക്ക് കഴിയുമെന്ന് ഈ കേന്ദ്രം തെളിയിക്കുന്നു. ഇവിടെ ഓരോ വിദ്യാർത്ഥികളും സമൂഹത്തിന് മുന്നിൽ തുറന്നു നൽകുന്നത് പുതിയൊരു അധ്യായമാണ്. അവരുടെ ഓരോ വിജയവും പരിമിതികളെ അതിജീവിച്ചുള്ള പുതിയൊരു സാക്ഷ്യപത്രം കൂടിയാണ്. ക്യാമറാമാൻ പ്രതീഷ് കൊളച്ചേരിയോടൊപ്പം ആദിത്യ രഞ്ജൻ, സിറ്റി ന്യൂസ്.